നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൂൺ 21 വിരുന്നെത്തുന്നു ഒരു സംഗീത ദിനം കൂടി. പരിമിതികളെ പുഞ്ചിരിയോടെ ബഹുദൂരം പുറകിലാക്കി സംഗീത ലോകത്ത് പറന്നുയർന്ന് 25-കാരൻ. വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. കടുത്തുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. ലോറിയും 1 കോടിയിലധികം വില വരുന്ന ആഡംബര കാറും കത്തിനശിച്ചു. തൃപ്രയാറിൽ ഡോളർ മാറ്റി നൽകാമെന്നറിയിച്ച് വിളിച്ചു വരുത്തിയ സംഘം വാഹനം തടഞ്ഞു നിർത്തി 16 ലക്ഷം രൂപ കവർന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസും ടെമ്പോ ലോറിയും കൂട്ടിയിടിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. വേൾഡ് കപ്പിൽ ഫൗൾ വിവാദത്തിൽപ്പെട്ട് ഫുട്ബോൾ താരം ലയണൽ മെസ്സി. വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. വാർത്തകൾ വിശദമായി. ജൂൺ 21 ഒരു സംഗീത ദിനം കൂടി കടന്നു വരികയാണ്. പരിമിതികളെ പുഞ്ചിരിയോടെ ബഹുദൂരം പുറകിലാക്കി സംഗീത ലോകത്ത് പറന്നുയർന്ന യുവാവ് ജനശ്രദ്ധ നേടുകയാണ്. പരിമിതികളെ ബഹുദൂരം പുറകിലാക്കി സംഗീത ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച യുവാവാണ് ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് ജനശ്രദ്ധ നേടുന്നത്. ഓട്ടിസം എന്ന വെല്ലുവിളിയെ ആത്മവിശ്വാസത്തിന്റെയും പരിശീലന മികവിന്റെയും പിൻബലത്തിൽ മറികടന്ന തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ 25-കാരൻ താൻ പാടി അഭിനയിക്കുന്ന പുതിയ ആൽബത്തിന്റെ പണിപ്പുരകളിൽ തിരക്കിലാണ്. പൂങ്കുന്നം ശ്രീ മൂകാംബിക അപ്പാർട്ട്മെന്റിലെ സുധീർ കുമാർ ശ്രീജ ദമ്പതികളുടെ മകൻ NS ശ്രേയസ് കിരണാണ് പരിമിതികളുടെ ലോകത്ത് നിന്നും സംഗീത ലോകത്തേക്ക് ചിറകടിച്ചുയർന്നത്. കുഞ്ഞുനാൾ മുതൽ ശ്രേയസിന് പാട്ടിനോടുള്ള അഭിരുചി തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ നൽകിയ മികച്ച പിന്തുണയും കരുത്തായി. കർണാടക്, ഹിന്ദുസ്ഥാനി സംഗീതങ്ങളിൽ മികവിന്റെ പ്രതീകമായ യുവാവ് ചിത്രകലയിലും തന്റേതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അർഹതയ്ക്കുള്ള അംഗീകാരമായി സംഗീത ചിത്രകലാ മികവിന് ശ്രേയസിനെ തേടി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും എത്തി. 2025 ഡിസംബറിൽ ന്യൂഡൽഹിയിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കരങ്ങളിൽ നിന്ന് ദേശീയ അവാർഡ് ലഭിച്ചത് യുവാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായി. നേരത്തെ പുതുയാത്ര, ഓണം വൈബ്സ് തുടങ്ങിയ ആൽബങ്ങളിലും പാടി അഭിനയിച്ചിട്ടുണ്ട് ഈ യുവാവ്. ശ്രേയസ് കിരൺസ് സ്പെക്ട്രം എന്ന യൂട്യൂബ് ചാനലിലൂടെയും നിരവധി പേരാണ് യുവാവിനെ പിന്തുടരുന്നത്. കുറവുകളിൽ തളരാതെ ലോകത്ത് തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ യുവാവിന് നാടിന്റെയാകെ നിലയ്ക്കാത്ത അഭിനന്ദന പ്രവാഹവും ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് തനിനിറം. ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ച് ലോറിയും ഉള്ളിലുണ്ടായിരുന്ന ആഡംബര കാറും കത്തിനശിച്ചു. ലോറിയിലുണ്ടായിരുന്ന 1.38 കോടി രൂപ വില വരുന്ന ബെൻസ് കാറാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കടുത്തുരുത്തി ബൈപ്പാസ് റോഡിലായിരുന്നു അപകടം. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസും ടെമ്പോ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസും ടെമ്പോ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. എറണാകുളം സ്വദേശി 19 വയസ്സുള്ള അനസ്, ബീഹാർ സ്വദേശി 45 വയസ്സുള്ള രൂപേഷ് കുമാർ ദാസ്, മറ്റൊരു യാത്രികൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് സമാന ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ പിൻവശത്തെ ചില്ല് തകർന്നാണ് ബസ് യാത്രികർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാറിൽ വാഹനം തടഞ്ഞു നിർത്തി 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പാലക്കാട് വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി അടക്കമുള്ളവരുടെ പണമാണ് അപഹരിച്ചത്. തൃപ്രയാറിൽ വാഹനം തടഞ്ഞു നിർത്തി 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പാലക്കാട് വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി അടക്കമുള്ളവരുടെ പണമാണ് അപഹരിച്ചത്. ഡോളർ മാറ്റി നൽകാമെന്നറിയിച്ച് വിളിച്ചു വരുത്തിയ സംഘം മുളകുപൊടി സ്പ്രേ ചെയ്ത് പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കവർച്ചയ്ക്ക് പിന്നിലുള്ള സംഘത്തിലെ പ്രധാന പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഇവരെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണെന്നും പോലീസ് അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട രഞ്ജിത്ത് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. സമാന രീതിയിലുള്ള മറ്റൊരു കേസിൽ വയനാട്ടിലും ഇയാൾക്കെതിരെ അന്വേഷണം നടന്നിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. പാലക്കാട് ജില്ലയിലെ വിളയൂർ സ്വദേശികളും വിളയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി ഉൾപ്പെടെയുള്ളവരാണ് തട്ടിപ്പിനും കവർച്ചയ്ക്കും ഇരയായത്. രൂപ ഡോളറാക്കി മാറ്റി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ ഇവരെ തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് വിവരങ്ങൾ. കുഴൽപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള സംഘമാണ് ഇടപാടുകാരെ തൃപ്രയാറിലെത്തിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. തുടർന്ന് പണം കൈവശപ്പെടുത്തിയ ശേഷം ആക്രമണം നടത്തുകയും മുളകുപൊടി സ്പ്രേ ചെയ്ത് രക്ഷപ്പെടുകയുമായിരുന്നുവെന്നാണ് വിവരങ്ങൾ. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. CCTV ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.
ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ വിജയങ്ങളും ഗോളുകളും മാത്രമല്ല വിവാദങ്ങളും ചർച്ചയാകാറുണ്ട്. കാണാം വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ വിജയങ്ങളും ഗോളുകളും പോലെ തന്നെ എപ്പോഴും ചർച്ചയാകാറുള്ളതാണ് റഫറിംഗ് വിവാദങ്ങളും. ഇപ്പോഴിതാ 2026 ലോകകപ്പിലെ ഏറ്റവും വലിയൊരു വിവാദം ഫിഫയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. പ്രതികൂട്ടിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത അർജന്റീന വിജയം ആഘോഷിച്ചെങ്കിലും മൈതാനത്തിന് പുറത്ത് കളി ഇനിയും തീർന്നിട്ടില്ല. മത്സരത്തിനിടെ ലയണൽ മെസ്സിക്ക് ചുവപ്പ് കാർഡ് നൽകേണ്ടതായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അൾജീരിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയ്ക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ്. മത്സരത്തിൽ മെസ്സി ഹാട്രിക് നേടി തിളങ്ങിയെങ്കിലും ആദ്യ പകുതിയിൽ അൾജീരിയൻ ക്യാപ്റ്റൻ ഐസാ മാൻഡിയെ മെസ്സി ഫൗൾ ചെയ്ത സംഭവമാണ് ഇപ്പോൾ വലിയ പുകിലായിരിക്കുന്നത്. പിന്നിൽ നിന്നുയർന്ന മെസ്സി മാൻഡിയുടെ കാലിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് അൾജീരിയയുടെ പരാതി. ഇതിന് തീർച്ചയായും ചുവപ്പ് കാർഡ് നൽകണമായിരുന്നു. പ്രശസ്ത റഫറി സൈമൺ മാർസിനിയാകും VAR-ഉം ഈ സംഭവം കണ്ടില്ലെന്നടിച്ചതിനെതിരെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. മെസ്സിയുടെ ഫൗൾ മാത്രമല്ല, രണ്ടാം പകുതിയിൽ അലക്സിസ് മാക് അലിസ്റ്റർ അൾജീരിയൻ താരം ഇബ്രാഹിം മാസയെ കൈമുട്ടുകൊണ്ടിടിച്ചതും റഫറിമാർ അവഗണിച്ചുവെന്നും അൾജീരിയ ആരോപിക്കുന്നു. അന്യായമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ലെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ വിവാദം ഇവിടെയും തീരുന്നില്ല. ദക്ഷിണാഫ്രിക്കൻ പരിശീലകൻ ഹ്യൂഗോ ബ്രൂസും ഈ റഫറിയിങ്ങിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സമാനമായ ഒരു ഫൗളിന് തന്റെ ടീമിലെ മിഡ്ഫീൽഡർ ടെംബേസ്വാൻഡയ്ക്ക് 3 മത്സരങ്ങളിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. മെസ്സിയെ പോലുള്ള മികച്ച കളിക്കാർ മൈതാനത്ത് തുടരണമെന്ന് തന്നെയാണ് തന്റെയും ആഗ്രഹം. പക്ഷേ നിയമങ്ങൾ എല്ലാവർക്കും ഒന്നാകേണ്ടേ എന്നാണ് ബ്രൂസിന്റെ ചോദ്യം. ഫുട്ബോൾ മൈതാനത്ത് നിയമങ്ങൾ താരങ്ങളുടെ പേര് നോക്കിയാണോ നടപ്പിലാക്കേണ്ടത്? മെസ്സി എന്ന വലിയ പേരിന് മുന്നിൽ റഫറിമാർ കണ്ണടച്ചതാണോ? ഫിഫ ഈ പരാതിയിൽ എന്ത് നടപടിയെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സ്പോർട്സ് ഡെസ്ക് തനിനിറം. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം.